അസ്സാം വലൈക്കും വറഹമത്തുള്ള. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മതവിരോധികളുടെ തെരഞ്ഞെടുത്ത നുണകൾ എന്ന സീരീസിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ജബ്ബാറിന്റെ ഒരു നുണയാണ് എക്സ്പോസ് ചെയ്യാൻ പോകുന്നത്. ജബ്ബാറിന്റെ നുണ ആദ്യം നമുക്ക് കേൾക്കാം. ഇതേ ആശയം വരുന്ന കുറെ ഖുർആൻ വാക്യങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അതിലൊന്ന് 5:54 സൂറത്തുൽ മാഇദയിലെ 54 വാക്യവും പിന്നെ 60 വാക്യവും. ആ രണ്ട് വാക്യങ്ങൾ ഞാൻ വായിക്കാം. വിശ്വസിച്ചവരെ യഹൂദികളെയും നസ്രാണികളെയും നിങ്ങൾ ബന്ധുമിത്രങ്ങളായി വെക്കരുത്. അവരിൽ ചിലർ ചിലരുടെ ബന്ധുമിത്രങ്ങളാകുന്നു. നിങ്ങളിൽ നിന്ന് ആരെങ്കിലും അവരോട് മൈത്രി സ്ഥാപിക്കുന്ന പക്ഷം നിശ്ചയമായും അവൻ അവരിൽപ്പെട്ടവനായിരിക്കും. നിശ്ചയമായും അള്ളാഹു അക്രമികളായ ജനങ്ങളെ സന്മാർഗ്ഗത്തിലാക്കുകയില്ല. ഇവിടെ നമ്മൾ വായിച്ച മുംതഹനയിലെ ആദ്യത്തെ 3 വാക്യങ്ങൾ പറയുന്നത് നിങ്ങളുടെ രക്തബന്ധുക്കളോ മക്കളോ ആര് തന്നെ ആയാലും വിശ്വസിച്ചിട്ടില്ലാത്ത ആളുകളുമായിട്ട് ഒരു തരത്തിലുള്ള സ്നേഹബന്ധവും നിങ്ങൾ പാലിക്കേണ്ടതില്ല. അവരൊക്കെ നിങ്ങൾ എത്ര സ്നേഹിച്ചിട്ട് കാര്യമില്ല, പരലോകത്തിൽ നിങ്ങളെ അവരെ ഞാൻ വേർതിരിക്കും. അതുകൊണ്ട് അവിശ്വാസികളുമായിട്ട് ബന്ധപ്പെടാൻ പോകേണ്ട. നമ്മൾ അവരെ ആക്രമിക്കാൻ പോകുമ്പോൾ അവർ തീർച്ചയായിട്ടും നമ്മളെ എതിർ പക്ഷത്തുണ്ടായിരിക്കും. അവർ ഇങ്ങോട്ട് ആക്രമിക്കുകയാണ് ചെയ്യുക. അതല്ലാതെ അവർ നിങ്ങളെ സ്നേഹിക്കാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സ്നേഹബന്ധങ്ങളെ മുറിച്ച് മാറ്റുന്ന വാക്യങ്ങളാണ് നമ്മളിപ്പോൾ ഈ മുംതഹനയിൽ വായിച്ചത്. അതേ ആശയം വരുന്ന മറ്റു വാക്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആനിൽ നിന്ന് ഇബ്നു കസീർ ഉദ്ധരിക്കുന്ന വാക്യങ്ങളാണ് ഞാൻ വായിക്കുന്നത്. അപ്പോൾ ക്രിസ്ത്യാനികളോ യഹൂദരോ ആയ ആൾക്കാരും അവിശ്വാസികളായ മറ്റു മതക്കാരായ ആൾക്കാരും നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ മിത്രങ്ങളാക്കി വെക്കാൻ പറ്റുന്നവരല്ല. അങ്ങനെ നിങ്ങൾ അവരുമായിട്ട് മൈത്രി ബന്ധത്തിലായാൽ നിങ്ങളും അവരിൽപ്പെട്ടവരായിട്ട് കണക്കാക്കും. അക്രമികളാണ് അവർ. അതുകൊണ്ട് അവരുമായി ബന്ധമുണ്ടാക്കുന്നവരും അക്രമികളാണ് എന്ന ഭീഷണിയാണ് ഈ ആയത്തിലും അള്ളാഹു മുഴക്കുന്നത്. അപ്പോൾ ഇബ്നു കസീർ നമുക്ക് വിശദീകരിച്ച് തരുന്നത് അവിശ്വാസികളുമായിട്ട് ക്രിസ്ത്യാനികളും ജൂതന്മാരും അടക്കമുള്ള വേദക്കാരുമായിട്ടൊന്നും മുസ്ലിങ്ങൾ യാതൊരു തരത്തിലുള്ള സ്നേഹബന്ധവും ആത്മാർത്ഥമായ ബന്ധങ്ങളും തുടരാൻ പാടില്ല. അവർ അക്രമികളാണ്. അവർ എല്ലാ കാലത്തും ശത്രുക്കളാണ്. ശത്രുക്കളായി തന്നെ അവരെ കണക്കാക്കിക്കൊള്ളണം എന്ന്. ഇതിനടുത്ത വാക്യം അപ്പൊ എല്ലാ കാലത്തും അവർ ശത്രുക്കളായി തന്നെ കണക്കാക്കിക്കൊള്ളുന്നതാണ് ഖുർആൻ പറഞ്ഞതെന്നാണ് പറയുന്നത്. ഒരു ആയത്തോട് വായിക്കുന്നുണ്ട്. ആയത്തോട് കഴിഞ്ഞ ശേഷം നമുക്ക് പ്രശംസിക്കാം. വിശ്വസിച്ചവരെ നിങ്ങളുടെ മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ടവരിൽ നിന്ന് നിങ്ങളുടെ മതത്തെ പരിഹാസവും കളിയുമാക്കി തീർക്കുന്നവരെയും അവിശ്വാസികളെയും നിങ്ങൾ ബന്ധുമിത്രങ്ങളാക്കി വെക്കരുത്. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുവിൻ. നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ. തീർന്നില്ല. ഇബ്നു കസീർ ഇനി 2 വാക്യങ്ങൾ കൂടെ ഉദ്ധരിക്കുന്നുണ്ട്. 3:28 സത്യവിശ്വാസികളെ അല്ലാതെ അവിശ്വാസികളെ മിത്രങ്ങളാക്കി വെക്കരുത്. ആരെങ്കിലും അത് ചെയ്യുന്ന പക്ഷം അവൻ അള്ളാഹുവിനെ സംബന്ധിച്ച് ഒന്നിലും അല്ല. അതായത് അവൻ അള്ളാഹുമായി യാതൊരു പൊരുത്തപ്പാടും ബന്ധവും ഇല്ല. അവനെക്കുറിച്ച് നിങ്ങൾ ഒരു സൂക്ഷ്മത പാലിക്കൽ എന്നുള്ളതല്ലാതെ അള്ളാഹു അവനെക്കുറിച്ച് തന്നെ നിങ്ങളെ താക്കീത് ചെയ്യുന്നു. അള്ളാഹുവിലേക്കത്രേ നിങ്ങളുടെ തിരിച്ചുവരവ്. ഇവിടെയും അവിശ്വാസികളുമായി ഒരു തരത്തിലുള്ള സ്നേഹബന്ധവും പുലർത്താൻ പാടില്ല. ജാഗ്രതയോടെ ശ്രദ്ധിച്ച് അവരെ കൈകാര്യം ചെയ്യണം എന്നല്ലാതെ അവരുമായിട്ട് മറ്റു തരത്തിലുള്ള ആത്മാർത്ഥമായ സ്നേഹബന്ധവും പാടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഇനി അടുത്ത് 4-ാം അധ്യായത്തിലെ 144 വാക്യം. വിശ്വസിച്ചവരെ വിശ്വാസികളെ അല്ലാതെ അവിശ്വാസികളെ നിങ്ങൾ മിത്രങ്ങളായി സ്വീകരിക്കരുത്. നിങ്ങൾക്കെതിരെ അള്ളാഹുവിന് വ്യക്തമായ ഒരു അധികൃത രേഖ ഉണ്ടാക്കുവാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുവോ? അപ്പോൾ ഏതെങ്കിലും തരത്തിൽ അവിശ്വാസികളുമായിട്ടോ ക്രിസ്ത്യാനികളുമായിട്ടോ ജൂതരുമായിട്ടോ മുസ്ലിങ്ങൾ സഹകരിക്കാനോ സ്നേഹബന്ധം പുലർത്താനോ പാടില്ല. അവർ നിങ്ങളുടെ രക്തബന്ധുക്കളായാലും ശരി, മക്കളോ വാപ്പയോ ആങ്ങളോ സഹോദരൻ ആരായാലും ശരി, വിശ്വാസമില്ലേ അവരുമായിട്ട് ഒരു ബന്ധവും പാടില്ല എന്ന് നിരന്തരം ആവർത്തിച്ചതിന്റെ തെളിവുകളാണ് ഇബ്നു കസീർ നമുക്ക് ഉദ്ധരിച്ച് കേൾപ്പിക്കുന്നത്. എന്നിട്ട് ഈ മുഫസ്സിറുകളൊക്കെ ആ കാര്യം വിശദീകരിച്ച് തരുന്നുണ്ട്. ആ വിശദീകരിക്കുന്ന കാര്യങ്ങളൊന്നും ഇന്ന് നമ്മൾ ജീവിക്കുന്നത് പോലുള്ള ഒരു സമൂഹത്തിൽ വായിച്ച് കേൾപ്പിക്കാൻ പോലും പറ്റുന്നതല്ല. തഫ്സീറുകൾ വായിക്കാൻ പറ്റില്ല. കാരണം തഫ്സീറുകൾ വായിച്ചാൽ സ്വാഭാവികമായിട്ട് ഇതിന്റെ വിശദീകരണം വരുമല്ലോ. അപ്പൊ ഈ ആയത്തുകളുടെ വിശദീകരണം പറയാൻ പറ്റുമല്ലോ. അപ്പോൾ അത് ഭയങ്കര പ്രശ്നമാണ്. തഫ്സീർ ഒന്നും കേൾപ്പിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, തഫ്സീറിനോട് മൂടി വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ചില ആയത്തുകൾ എടുത്ത് പറയാണ് ഇസ്ലാമിൽ അവിശ്വാസികൾ ബന്ധുക്കളാണെങ്കിൽ പോലും അവർ ഇസ്ലാമിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ അവരോട് ഒരു ബന്ധവും പാടില്ല എന്നാണ് ഇസ്ലാം പറയുന്നത്. ഒന്ന്, അതേപോലെ തന്നെ ജൂത ക്രൈസ്തവരോട് തരത്തിലുള്ള ബന്ധങ്ങളും റിലേഷൻഷിപ്പുകളും ഫ്രണ്ട്ഷിപ്പ് കാര്യങ്ങളൊന്നും പാടില്ല എന്ന് ഖുർആൻ പറഞ്ഞു. എല്ലാ കാലത്തും സ്പെഷ്യൽ എടുത്ത് പറഞ്ഞാണ് എല്ലാ കാലത്തും അങ്ങനെയാണെന്നാണ് പറഞ്ഞത്. ഈ ആയത്തിന്റെ കോണ്ടെക്സ്റ്റ് എന്താ, സാഹചര്യം എന്താ, എല്ലാവർക്കും അറിയുന്ന പോലെ നമ്മൾ സ്വാഭാവികമായിട്ട് ഈ ആയത്തുകൾ പറയുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട്. ചില യുദ്ധ സാഹചര്യങ്ങളിലും ചില പ്രത്യേക കോൺഫ്ലിക്റ്റുകളുള്ള സാഹചര്യങ്ങളിലും ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിലും ചില ആളുകൾ ചില തെറ്റുകൾ ചെയ്ത സാഹചര്യങ്ങളിലൊക്കെയാണ് ഇത്തരം ആയത്തുകൾ ഇറങ്ങാറുള്ളത്. അല്ലെങ്കിൽ ആയത്തുകളെല്ലാം കോണ്ടെക്സ്റ്റ് എത്താൻ ചില കാര്യങ്ങൾ കാണും. ആ കോണ്ടെക്സ്റ്റിലേക്ക് വരുന്നതിന് മുമ്പ് ആക്ച്വലി ഇസ്ലാമിൻ്റെ ഒരു ക്രൈസ്തവരോടും അവിശ്വാസികളോടും ഒക്കെ ഉള്ളൊരു നിലപാട്, ഇത്തരം പ്രശ്നങ്ങളുടെ സാഹചര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ, അതേപോലെ തന്നെ ഒരു കോൺഫ്ലിക്റ്റോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇങ്ങോട്ടൊരു ബുദ്ധിമുട്ടൊന്നും ചെയ്യാത്ത ആളുകളാണ് നമ്മുടെ കൂടെ ജീവിക്കുന്ന അന്യമതസ്ഥരാണെങ്കിലും ഇസ്ലാമിൽ വിശ്വസിക്കാത്ത ആളുകളാണെങ്കിലും ക്രൈസ്തവരാണെങ്കിലും യഹൂദരാണെങ്കിലും ഒക്കെ എന്താണ് ഇസ്ലാമിൻ്റെ ഒരു നിലപാട് എന്നുള്ളതാണ് നമുക്ക് ആയത്തുകളിലൂടെ ഹദീസിലൂടെ മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ വിഷയത്തിലേക്ക് നേരിട്ട് കടക്കുന്നതിന് മുമ്പ് ഈ ഇസ്ലാം വിമർശകരുടെ ഈ വിമർശനങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, യൂട്യൂബിൽ ചില ആളുകളൊക്കെ കളവുകൾ ഇങ്ങനെ പറയുമ്പോൾ, ഇപ്പം ന്യൂസ് ചാനലുകളിലൊക്കെ ഇതിങ്ങനെ കാണാമല്ലോ, കളവുകൾ ഇങ്ങനെ ന്യായീകരിക്കുക. അപ്പോൾ അടിയിൽ ഇങ്ങനെ കമൻ്റ് ആയിട്ട് ഇങ്ങനെ കാണാറുണ്ട്. അതിലുള്ളൊരു കമൻ്റാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഇപ്പോൾ ജബ്ബാറിനായിട്ട് ബന്ധപ്പെട്ട് ആ കമൻ്റ് ആദ്യം പറയണമെന്ന് തോന്നുന്നു, അതുകൊണ്ട് പറയാണ്. എ ഡേ വിത്തൗട്ട് എ ലൈ ഇസ് എ ഡേ വേസ്റ്റഡ് എന്നുള്ള സംഗതിയാണ്. ഇതാണ് ജബ്ബാറിന്റെ ഒരു പോളിസി എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നുന്നത്. ജബ്ബാർ മാത്രമല്ല, ബാക്കിയുള്ള എല്ലാ ജബ്ബാറിന് എപ്പോഴും നമ്മൾ പറയാറുണ്ട്. ഒരു പ്രത്യേകത വെച്ചാൽ ഒരു ഒന്നധികം നോണ ഒരു വീഡിയോയിൽ പറയും, അതിൽ ഏറ്റവും നല്ല നോണ എടുത്തിട്ട് തമ്മിലാക്കി വെക്കുകയും ചെയ്യും. അപ്പോൾ അതിലെ നോണ എന്താ നമ്മളിങ്ങനെ നോക്കാൻ വേണ്ടി ഇപ്പോൾ വീഡിയോ ഒക്കെ വരുമ്പോൾ ഒരു എന്തെങ്കിലും വീഡിയോ ഉണ്ടായി എല്ലാം നോണ ഉണ്ടാവും. അപ്പോൾ നോണന്റെ സീരീസ് ചെയ്യാൻ വേണ്ടി ഒരു വീഡിയോ സെലക്ട് ചെയ്യുമ്പോൾ തമ്മിൽ നോക്കും, ഏറ്റവും നല്ല നോണ ഏതാണോ നമ്മൾ ചൂസ് ചെയ്യാണ് ചെയ്യാറ്. അങ്ങനത്തെ ഒരു നല്ലൊരു മനുഷ്യനാണ് മുമ്പിൽ. കാരണം നോണ പറഞ്ഞത് ഏതാണെന്നുള്ളത് പുറത്ത് എഴുതി തൂക്കുക കൂടെ ചെയ്യുന്ന ഒരു നല്ലൊരു നോണ പറച്ചിലാണ്. ഇനി ഈ വിഷയത്തിൽ ഇസ്ലാമിന്റെ നിലപാട് എന്താ, മുസ്ലിങ്ങളോട് എങ്ങനെ സമീപിക്കണം? ഇപ്പോൾ ഇവിടെ പറഞ്ഞത് ജൂത ക്രൈസ്തവരോടും മറ്റു മതവിശ്വാസികളായിട്ടുള്ള അവിശ്വാസികളോടും ഇസ്ലാം മൈത്രി ബന്ധം സ്ഥാപിക്കരുത് എന്നാണ് പറയുന്നത്. ആ രൂപത്തിലാണ് ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ എന്നാണ് പറയുന്നത്. ഇതൊരു പച്ചക്കളവാണ്. വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ പരിശോധിച്ചാലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ പരിശോധിച്ചാലും ജീവിതം എങ്ങനെയായിരുന്നു എന്ന് പരിശോധിച്ചാലും ഒക്കെ ഇത് എത്ര വലിയ കളവാണെന്ന് നമുക്ക് മനസ്സിലാകും. അതിൻ്റെ ചില ഉദാഹരണങ്ങൾ, ഇപ്പോൾ അദ്ദേഹം
ഇവിടെ ഉദ്ധരിക്കുന്ന ഒരു അധ്യായമുണ്ട്, സൂറത്തുൽ മുംതഹന. Yes. സൂറത്തുൽ മുംതഹനയിലെ വചനം ഉദ്ധരിച്ചിട്ടാണ് അദ്ദേഹം പറയണത്, മുസ്ലിങ്ങളോട് ഒരു മൈത്രി ബന്ധം പാടില്ല, മുസ്ലിങ്ങളോട് ആകെ കച്ചറയാണ് മുസ്ലിങ്ങൾ എന്നുള്ള രൂപത്തിൽ അവതരിപ്പിക്കുന്നത്. പക്ഷെ അതേ സൂറത്തിൽ വേറൊരായത്തുണ്ട്, എന്താണ്, ലാ യൻഹാക്കുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലുക്കും ഫിദ്ദീൻ Yes. വലം യുഖ്രിജൂക്കും മിൻ ദിയാരിക്കും എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഒരു ആയത്തുണ്ട്. അതെന്താണ്? അള്ളാഹു നിങ്ങളോട് ഒരിക്കലും ഈ അമുസ്ലിങ്ങളോട് നന്മ ചെയ്യുന്നത് ഒരിക്കലും വിലക്കുന്നില്ല. അതിനൊരിക്കലും വിലക്കുന്നില്ല എന്ന് പറയണേ. എന്തുകൊണ്ടാണ്? ലം യുഖാത്തിലുക്കും. ലം യുഖാത്തിലുക്കും ഫിദ്ദീൻ, അവർ മതത്തിന്റെ വിഷയത്തിൽ, നിങ്ങളുടെ മതസ്വാതന്ത്ര്യത്തിൽ അവർ ഇടപെടുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളെ കൊല്ലാൻ വരുന്നില്ല. നിങ്ങളെ കൊല്ലാൻ വരുന്നില്ല. മതസ്വാതന്ത്ര്യത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ ഒരു മതം അനുഷ്ഠിക്കുന്നു എന്നതിന്റെ പേരിൽ, ഇസ്ലാം അനുഷ്ഠിക്കുന്നു എന്നതിന്റെ പേരിൽ അവർ നിങ്ങളെ കൊല്ലാൻ വരുന്നില്ല. അങ്ങനെയുള്ള ആളുകളോട് നന്മ ചെയ്യുന്നത് അള്ളാഹു വിരോധിക്കുന്നില്ല എന്നാണ് അള്ളാഹു പറഞ്ഞത്. ഒരു ശത്രുതയും വെറുപ്പും ഉണ്ടെങ്കിൽ ഈ നന്മ ചെയ്യലുണ്ടാവോ? വളരെ ചെറിയ ലോജിക്ക്. ഇദ്ദേഹം ഇത് ഉദ്ധരിച്ച അതേ അധ്യായത്തിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഈ മറുപടിയും കൊടുക്കുന്നത്. അതും തന്നെ മനസ്സിലാക്കിക്കൂടെ ഇവരുടെയൊക്കെ ഒരു പഠന നിലവാരം, ഒരു അന്വേഷണ നിലവാരം? അതൊന്ന്. അദ്ദേഹം ഉദ്ധരിച്ച വേറൊരു അധ്യായം സൂറത്തുൽ മാഇദയാണ്. അദ്ദേഹം പ്രത്യേകം എടുത്തു പറയുകയും ചെയ്തു അദ്ദേഹത്തിന്റെ പേര്. ഈ സൂറത്തുൽ മാഇദ 5-ാം അധ്യായമാണ്. ആ 5-ാം അധ്യായം അധികം വായിച്ച് കുറേ ദൂരെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഫസ്റ്റത്തെ 5 വചനങ്ങൾ വായിച്ചാൽ 5-ാമത്തെ വചനം തന്നെ എന്താണ്? 5-ാമത്തെ വചനം എടുത്തു നോക്കുക. ആ 5-ാമത്തെ വചനത്തിൽ കാണാം, അലിയൗമ ഉഹില്ല ലക്കും തയ്യിബാത്ത്, ഇന്നേ ദിവസം നിങ്ങൾക്ക് നല്ലതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഹലാലാക്കിയിരിക്കുന്നു, അനുവദിച്ചു തന്നിരിക്കുന്നു. വതആമുല്ലദീന ഊത്തുൽ കിതാബ്, വേദക്കാരായിട്ടുള്ള ആളുകളുടെ ഭക്ഷണവും നിങ്ങൾക്ക് നിങ്ങൾക്ക് അനുവദനീയമാക്കിയിരിക്കുന്നു. ഈ വേദക്കാരുടെ ഭക്ഷണം ആകാശത്തുനിന്ന് കിട്ടുമോ? ഈ വേദക്കാർ തരണ്ടേ? വേദക്കാരായിട്ടുള്ള ബന്ധം ഉണ്ടെങ്കിലല്ലേ അത് കിട്ടുള്ളൂ. ആ ബന്ധത്തിൽ നിന്നാണ് ഭക്ഷണം ആ വരുള്ളൂ. ബന്ധത്തിൽ നിന്നാണ് ഭക്ഷണം വരുള്ളൂ. ആ ഭക്ഷണം നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ എവിടെ മൈത്രി ബന്ധം എന്ന് ചിലപ്പോൾ ജബ്ബാർ ചോദിച്ചേക്കാം. പിന്നെ ഹില്ലുൻ ലക്കും വതആമുക്കും ഹില്ലുൻ ലഹും, നിങ്ങളുടെ ഭക്ഷണം അവർക്കും അനുവദനീയാണ്, Yes. നിങ്ങളുടെ ഭക്ഷണം അങ്ങോട്ടും അവർക്കും കൊടുത്തു. ഇങ്ങോട്ടും ഭക്ഷണവും സൽക്കാരവും കൊടുക്കാൻ മാത്രമുള്ള ബന്ധങ്ങൾ നിലനിർത്താം. അതെ, അതെ. അത്രമേൽ പോലും ഇങ്ങോട്ട് ക്ഷണിക്കാം ഭക്ഷണത്തിന്, അങ്ങോട്ട് ക്ഷണിക്കാം ഭക്ഷണത്തിന്, സൽക്കാരങ്ങൾ നടത്താം, വീടുകളിലേക്ക് ക്ഷണിക്കാം. ഇത് വളരെ നോർമൽ ആയിട്ട് മറ്റൊരു ബന്ധത്തെ വളരെ സ്വാഭാവികമായിട്ടാണ് നീ ഖുർആൻ അവതരിപ്പിക്കുന്നത്. ജബ്ബാറിനത് മൈത്രി ബന്ധമല്ല, അത് ഒരു ബന്ധമല്ല നമ്മൾ കൊടുക്കുന്നത്, അതായിരിക്കും അവിടെ പറഞ്ഞതായിരിക്കും ജബ്ബാർ പറയാം. പിന്നെ അതിനെ തൊട്ട് ശേഷം ഇതിപ്പോ ഭക്ഷണത്തിന്റെ വിഷയമാണെന്ന് വിചാരം, ഭക്ഷണം ഒരു ഇതിൽ ചെറിയ വേറെ എന്താ കാര്യം. അറിയോ, ത്വആമുക്കും ഹില്ലുലഹും വത്വആമുഹും ഹില്ലുലക്കും എന്ന് പറഞ്ഞല്ലോ. ഇതിൽ ഒരു പ്രയോഗം ഇല്ലായിരുന്നെങ്കിൽ അവരുടെ ഭക്ഷണം നിങ്ങൾക്ക് അനുവദനീയമാണ് എന്ന് പറഞ്ഞ് നിർത്തി, നിങ്ങളെ ഭക്ഷണം അവർക്ക് അനുവദനീയെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇയാൾ പറയും, കണ്ടോ മുസ്ലിങ്ങളോട് പോയി ജൂതരുടെയും ക്രൈസ്തവരുടെയും വീട്ടിൽ നിന്ന് പോയി ഭക്ഷണം മോഷ്ടിച്ചു കൊള്ളാൻ പറഞ്ഞു, അവരുടെ ഭക്ഷണം നിങ്ങൾക്ക് അനുവദനീയമാക്കി. ഇവരുടെ ശൈലി പരിശോധിച്ചാൽ നമുക്ക് അതാ മനസ്സിലാവും. അങ്ങനെയൊക്കെ ആയിരിക്കും ഇവർ വളച്ചൊടിക്കുക. നമ്മൾ സ്ഥിരം കാണുന്നതല്ലേ, എപ്പോഴെങ്കിലും കാണുന്നതല്ലല്ലോ. ഇനി എന്താണ് ഇപ്പോൾ അദ്ദേഹം ഉദ്ധരിച്ച കുറച്ച് വചനങ്ങളുണ്ട്, മൈത്രി ബന്ധം സ്ഥാപിക്കരുത്. തീർച്ചയായും അത് ഖുറാനിലുണ്ട്, അങ്ങനത്തെ വചനങ്ങൾ ഖുറാനിലുണ്ട്, മൈത്രി ബന്ധം സ്ഥാപിക്കരുത്. പക്ഷെ അത് ആരെക്കുറിച്ചാണ്? ഇപ്പം നേരത്തെ പറഞ്ഞൊരു കൂട്ടരെ കുറിച്ച് മൈത്രി ബന്ധം സ്ഥാപിക്കുന്നത് ഇസ്ലാം വിരോധിച്ചിട്ടില്ല. അതെന്തുകൊണ്ടാണ്? അവർ യുദ്ധം ചെയ്യാത്തവരാണ്, നമ്മുടെ മതസ്വാതന്ത്ര്യത്തിൽ ഇടപെട്ട അവകാശങ്ങൾ ലംഘിക്കാത്തവരാണ്, നമ്മുടെ വീടുകളിൽ നിന്ന് പുറത്താക്കാത്തവരാണ്. അവരോട് എന്ത് പറ്റും? മൈത്രി ബന്ധം പറ്റും എന്ന് ഇസ്ലാം പറയുന്നു. എന്നാൽ മൈത്രി ബന്ധം പാടില്ല എന്ന് പറയുന്ന ഒരു വിഭാഗം ഇപ്പോൾ ജബ്ബാർ ഉദ്ധരിച്ചല്ലോ, അതാരാണ്? എന്താണ് അതിന്റെ കണ്ടക്സ്റ്റ്? എന്തുകൊണ്ടാണ്? അതിലിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സൂറത്ത് മുംതഹനയുടെ സ്റ്റാർട്ടിംഗ് ആയത്തുകളാണ് ഇപ്പോൾ റെഫറൻസ് ആയിട്ട് പറയുന്നത്. ഫസ്റ്റ് മുംതഹനയുടെ ഈ ആയത്തുകളുടെ കോണ്ടെക്സ്റ്റ് പറഞ്ഞാൽ മൂപ്പര് അത് വിശദീകരിക്കുന്നുണ്ട്. പിന്നെ കോമഡിയാണ്, മൂപ്പര് തഫ്സീറുകൾ വായിച്ച് ഇങ്ങനെ മെഴുകി അതിങ്ങനെ ഒരു പ്രശ്നമുള്ള ഒരു ഹിസ്റ്ററി ആക്കി ഇങ്ങനെ അവതരിപ്പിക്കാനൊക്കെ ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒന്നുമില്ല, വളരെ ലളിതமான വിഷയം, മീൻസ് മനസ്സിലാക്കാൻ ലളിതമായ വിഷയമാണ്. ഒരു ചാരപ്രവർത്തനം നടക്കുകയാണ്, പ്രവാചകൻ സിനിമയുടെ ഒരു മൂവിനെ പറ്റിയിട്ട് ഒരാൾ അറിയിക്കാണ്, കുറേശ്ശികൾ അറിയിക്കണം, യുദ്ധ സംബന്ധമായ ഒരു വളരെ രഹസ്യവരാണ്. അപ്പുറത്തെ സൈന്യത്തിന്റെ എത്തിയിട്ടില്ല, എത്തുന്നതിന്റെ ഇടയിൽ എന്ത് ചെയ്തു, പിടിക്കപ്പെട്ടു. അല്ലെങ്കിൽ വഹിയിലൂടെ, അതൊക്കെ ഇയാൾ ഭയങ്കര ഇടങ്ങറായിട്ടാണ് അതൊക്കെ വിശദീകരിക്കുന്നത്. പ്രവാചകൻ വസല്ലം വഹി ലഭിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ പിടിക്കുന്നത്. ഇന്ന സ്ഥലത്ത് പോയാൽ നിങ്ങൾക്ക് അയാളെ പിടിക്കാന്ന് പ്രത്യേകം സ്വഹാബിമാരോട് ഇൻഫർമേഷൻ കൊടുത്ത് വിടുകയാണ്. അവിടെ തന്നെ പോയിട്ട് പിടിക്കുകയാണ്. അതൊന്നും ജബ്ബാറിന് പിടിക്കുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല, അങ്ങനൊന്നും ഉണ്ടാകാൻ പാടില്ലല്ലോ. അങ്ങോട്ട് വിശദീകരിച്ച് ഇടങ്ങറാകുന്നുണ്ട്. ചില ചാരന്മാരെ വെച്ച് മനസ്സിലാക്കി ഓണ് മുഹമ്മദ് ഇതൊക്കെ ചെയ്തെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അത് അതിൻ്റെ ഇടയിൽ സ്വലം അതിൻ്റെ ഇടയിൽ അത് പിടിക്കപ്പെട്ടു. ഈ പിടിക്കപ്പെട്ട ഒരു സാഹചര്യത്തെ പറ്റി നമ്മളെ കോണ്ടെക്സ്റ്റ് ഒന്ന് എടുത്ത് ഒന്ന് പരിശോധിക്കുക. ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധസമാനമായ ഒരു സാഹചര്യം കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഒരു വിവരത്തെ ഒരു ഓഫീസറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇന്ത്യക്കാരൻ, ഏത് ഇന്ത്യക്കാരനായിക്കോട്ടെ, അപ്പുറത്തെ പാകിസ്ഥാൻ എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ അയാൾ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആ സാഹചര്യത്തെ എങ്ങനെയാണ് ഇന്ത്യ ഡീൽ ചെയ്യുക? സ്വാഭാവികമായിട്ടും എത്രത്തോളം വലിയ ഗൗരവകരമായ വിഷയമാണ് അത് എന്നുള്ളത് ഈ താരതമ്യത്തിൽ മനസ്സിലാക്കാൻ വരുന്നേ ഉള്ളൂ. അവിടെ എന്ത് ചെയ്യാണ്, പടച്ചമ്പുരാൻ വളരെ ഗൗരവമായിട്ട് ചില വചനങ്ങൾ ഇറക്കുകയാണ്.
എങ്ങനെയാണ് നിങ്ങൾ അവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ഇവിടെ മതപരമായിട്ടുള്ള വിഷയങ്ങളാണ് സ്വാഭാവികമായിട്ടും പ്രശ്നമായിട്ട് വരുന്നത്, അല്ലെങ്കിൽ മതപരമായിട്ടാണ് മുസ്ലിങ്ങൾ അകറ്റി നിർത്തിയത്. അപ്പുറത്ത് നിൽക്കുന്ന ആളുകൾ മതപരമായ മുസ്ലിങ്ങളോട് എതിർപ്പുള്ള ആളുകളാണ്. അപ്പം അവരോട് എങ്ങനെ പെരുമാറണം എന്നതിനെ പറ്റി എന്ത് ചെയ്യാണ്, വളരെ ഗൗരവകരമായ വചനങ്ങളിലുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. ഈ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിനെ പറ്റിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവിടെ സൂചിപ്പിക്കുന്നത്, ആയത്തുകൾ സൂചിപ്പിക്കുന്നത്. അതിൻ്റെ തഫ്സീറിൽ ആ നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ആയത്തുകൾ പറയുന്നതിന്റെ തഫ്സീറിലാണ് എന്ത് ചെയ്യുന്നത്, ഇബ്നു കസീർ റഹിമഹുല്ല ഈ പറഞ്ഞ ജബ്ബാർ അവസാനം ഓതി വെച്ച ആയത്തുകൾ പാരായണം ചെയ്യുന്നത്. ആ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ഒരു 54-ാമത്തെ വചനം ഓതുന്നുണ്ട്. 54-ാമത്തെ വചനം ഓതിയിട്ട് യഹൂദികളെയും ക്രൈസ്തവരെയും നിങ്ങൾ ബന്ധുമിത്രങ്ങളാക്കി വെക്കരുത് എന്നൊക്കെ പറയുന്ന ആയത്ത് ഓതി പിന്നെ നേരെ 60-ാമത്തെ ആയത്തിലേക്കാണ് പോകുന്നത്. അതിൻ്റെ 54 മുതൽ 60 വരെയുള്ള ആയത്തുകളുടെ കിടക്കുന്നുണ്ടല്ലോ. 55-ാമത്തെ ആയത്തിൽ അത് പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് യഹൂദികളെയും ക്രൈസ്തവരെയും ബന്ധുമിത്രങ്ങളാക്കി വെക്കരുത് എന്ന് പറഞ്ഞത് എന്നുള്ളത് 55-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്. ഒന്ന് ആലോചിക്കുക, ഇപ്പൊ പറഞ്ഞ ഈ ചാരപ്രവർത്തനത്തിന്റെ വിഷയത്തിലല്ല ഈ ആയത്ത് ഇറങ്ങിയത് കേട്ടോ. അതിന്റെ വിഷയത്തിൽ ഇറങ്ങിയ ആയത്തിന്റെ തഫ്സീറിൽ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് എന്ത് ചെയ്യാണ്, ഈ ആയത്ത് കൊടുക്കുകയാണ്. അപ്പൊ ഈ ആയത്തിന്റെ കോണ്ടെക്സ്റ്റ് വേറെയാണ്. ഈ ആയത്തിന്റെ അർത്ഥം എന്ത് ചെയ്യാം, ഇതിനോട് ചേർത്ത് വായിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ ആയത്തിന്റെ കോണ്ടെക്സ്റ്റ് എന്നുള്ള എന്ത് ചെയ്യും, 55-56 ഒക്കെ വചനങ്ങൾ വായിക്കുമ്പോൾ കിട്ടും. 55-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, ഫതറല്ലദീന ഫീ ഖുലൂബിഹിം മറദുൻ യുസാരിഊന ഫീഹിം. ഈ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ചില ആളുകൾ, കൂട്ടത്തിലെ ആളുകൾ എന്ന് പറഞ്ഞാൽ മറ്റേ തഫ്സീറിൽ അമാനിമൂലയ്ക്ക് വ്യക്താക്കുന്നുണ്ട്, കപടവിശ്വാസികളെ പറ്റിയ പറയുന്നത്, ഹിപ്പോക്രസിനെ പറ്റി പറയുന്നത്. നമ്മളിതിനെ മുന്നേയും ജബ്ബാറിന് നുണകൾ വിശദീകരിക്കുമ്പോഴേ ഒരു കപടവിശ്വാസികളെ ഒരു പ്രത്യേക താല്പര്യം, അതിന് നേരെ പിടിച്ച് വിശ്വാസികളാക്കും, അതിന് നേരെ പിടിച്ച് സഹായിമാരാക്കും, മറ്റേ രവിചന്ദ്രൻ ചെങ്കിസ് ഖാൻ മുസ്ലിമാക്കിയമാര്. ഈ ഹിപ്പോ എന്താ പറയാ തഫ്സീറുൽ എന്താ പറയുക മുനാഫിഖു എന്നൊക്കെ ഉള്ള ഒരു ഗ്രന്ഥമൊക്കെയാണ് മറ്റേ ജബ്ബാർ മാഷിന്റെ പ്ലാൻ എന്ന് നമുക്ക് തോന്നിപ്പോവുക. ആ തരത്തിലാണ് അതിനെ വ്യാഖ്യാനിക്കുക. അപ്പൊ ഈ കപടവിശ്വാസികളെ പറ്റിയാണ് പറയുന്നത്. ഈ കപടവിശ്വാസികളുടെ ആൾക്ക് ചില ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, യുസാരിഊന ഫീഹിം, ഇവരിലേക്ക് ഓടിയെടുക്കുന്നത്, ഇവരിലേക്ക് ഒരു അടുപ്പം അവർക്കുണ്ട്, യഹൂദരിലേക്കും ക്രൈസ്തവരിലേക്കും ശത്രു വിഭാഗത്തിൽ അവിടെ കോൺഫ്ലിക്റ്റ് സ്റ്റേജിലുള്ള ഇവരോടുള്ള ഒരു അടുപ്പം കൂടുതലുണ്ട്. എന്നിട്ട് എന്താണ്, യഖൂലൂന നഖ്ശാൻ തുസീബന ദായിറ. എന്നിട്ട് അവരെന്ത് ചെയ്യും, ഇവരുടെ അടുത്ത് പറയും, ഞങ്ങൾക്ക് എന്തെങ്കിലും അത്യാഹിതം വരുന്നുണ്ടെന്ന് ഞങ്ങൾ പേടിക്കുന്നു എന്ന് എന്ത് ചെയ്യും, ഈ ആൾക്കാരടുത്ത് പോയിട്ട് പറയും. ഫഅസല്ലാഹു അയ്യഅതിയ ബിൽ ഫത്ഹി ഔ അംരി മിൻ ഇൻദിഹി ഫയുസ്ബിഹു അലാ മാ അസ്റൂ ഫി അൻഫുസിഹിം നാദിമീൻ. എന്നാൽ അള്ളാഹുവിന്റെ വിജയത്തെ അല്ലെങ്കിൽ തന്റെ പക്കൽ നിന്നുള്ള വല്ല കാര്യത്തെയും കൊണ്ടുവരുമാറായേക്കാം. അങ്ങനെ അവർ തങ്ങളുടെ മനസ്സുകളിൽ രഹസ്യമാക്കി വെച്ചതിനെ കുറിച്ച് ഇവർ ഖേദക്കാരായി തീർന്നേക്കും. പക്ഷെ അതിനെ എടുത്തു പറഞ്ഞിട്ട് സൂചിപ്പിക്കുകയാണ്, ഈ ആളുകൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ മുസ്ലിങ്ങൾ പെട്ടെന്ന് പരാജയപ്പെടും. അപ്പൊ ഈ ആളുകൾ ഇപ്പൊ മുസ്ലിങ്ങളുമായിട്ട് കോൺഫ്ലിക്റ്റ് നിൽക്കുന്ന ആളുകളുണ്ടല്ലോ, അവർ മുസ്ലിങ്ങൾ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യും, പരാജയപ്പെടുത്തും. അത് പരാജയപ്പെടുത്തുന്ന വേളയിൽ, മുസ്ലിങ്ങൾ തോൽക്കുന്ന വേളയിൽ ഞങ്ങൾക്ക് എന്ത് വേണം, അഭയം വേണം. അപ്പൊ അവരുടെ അടുത്ത് പോയിട്ട് പറയാണ്, ഈ കൂട്ടം എന്തായാലും പെട്ടെന്ന് പരാജയപ്പെടും, ഇവർ പെട്ടെന്ന് തോൽപ്പിക്കപ്പെടും. ഒന്നുകിൽ ഈ യഹൂദ ക്രൈസ്തവ മദീനയിലാണ് ഇപ്പൊ മുസ്ലിങ്ങളിൽ കേട്ടോ, മദീനയിലെ യഹൂദ ക്രൈസ്തവരാലാവാം, അല്ലെങ്കിൽ പുറത്തു നിന്ന് വരുന്ന കുറേശികളാവാം, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ആ സമയം വരുമ്പോഴേക്ക് റോമും പെർഷ്യയൊക്കെ ശത്രുക്കളായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇത്തരം പല ആളുകളിലൂടെ ആവാം. അപ്പൊ അവർ പെട്ടെന്ന് തോൽപ്പിക്കപ്പെടും നമുക്ക് തോന്നുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യാണ്, ഒരു തങ്ങളുടെ കൂട്ടത്തിന്റെ പതനം എന്താ പറയാ പ്രതീക്ഷിക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്തിട്ട് അപ്പുറത്തൊരു കൂട്ടത്തിന്റെ കൂടെ കൂടുകയോ അവരിൽ അഭയം കണ്ടെത്തുകയോ ചെയ്യുന്ന വളരെ നികൃഷ്ടമായ പ്രവർത്തനം ചെയ്യാണ്. ഇതിനെയാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള ഉദ്ദേശത്തിൽ, ഇത് ഖുർആന്റെ ആയത്തിൽ 54-ാമത്തെ വചനം ജബ്ബാർ മാഷ് ഓതി, 55-ാമത്തെ വചനത്തിൽ പറയുന്നതാണ്. ഇത്തരം ഒരു ഉദ്ദേശത്തിൽ അപ്പുറത്തൊരു കൂട്ടരുടെ അടുത്ത് പോയി നിങ്ങൾ ബന്ധം സ്ഥാപിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്തരം ഒരു ബന്ധത്തിലാകുന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാണ്. അതായത് വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു രാജ്യദ്രോഹത്തിന്റെ സ്വഭാവത്തോടു കൂടി മറ്റൊരു കൂട്ടരെ, ഒരു ശത്രു വിഭാഗത്തിന്റെ അവരുമായിട്ട് ബന്ധം സ്ഥാപിക്കുക. അത് പല രാഷ്ട്രീയ താല്പര്യങ്ങൾക്കാകാം, സ്വാർത്ഥ താല്പര്യങ്ങൾക്കാകാം. അതിനുവേണ്ടി ബന്ധം സ്ഥാപിക്കുന്ന, മൈത്രി ബന്ധം സ്ഥാപിക്കുന്ന കാര്യത്തെയാണ് ഇവർ വിമർശിക്കുന്നത്. ഈ പറഞ്ഞ ഓരോ ആയത്തുകളും ഇത്തരം സാഹചര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആയത്തുകളാണെന്നുള്ളതാണ്. ഇനി അതല്ലാത്തൊരു ഘട്ടമാണെങ്കിൽ അവിടെയാണ് നേരത്തെ ഓതി വെച്ച ആയത്തുകൾ അല്ലെങ്കിൽ ഓതി വെച്ച ഹദീസുകളൊക്കെ റെലവന്റ് ആകുന്നത്. അതല്ലാത്തൊരു ഘട്ടത്തിൽ പറയുന്നത് എന്താണ്, മൈത്രിയെ പറ്റിയാണ്. ഈ അന്യമതസ്ഥരുമായി സ്നേഹബന്ധം, കുടുംബ ബന്ധം കാരണം അല്ലെങ്കിൽ സൗഹൃദം കാരണം ഇതൊക്കെ ഒരു പ്രശ്നമില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഖുർആനിൽ തന്നെ അതിന്റെ ഉദാഹരണങ്ങൾ കാണാൻ കഴിയും. ഇപ്പോൾ ഉദാഹരണത്തിന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എളാപ്പ അബൂ താലിബ് ഒരു അമുസ്ലിമാണ്. പക്ഷേ ഈ അബൂ താലിബിനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിച്ചിരുന്നു എന്ന് ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. അതാണ് ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത. അബൂ താലിബ് മരണപ്പെടുമ്പോൾ ഇസ്ലാം സ്വീകരിച്ചിട്ടല്ല മരണപ്പെടുന്നത്, നേർമാർഗം പ്രാപിച്ചിട്ടല്ല മരണപ്പെടുന്നത്. പ്രവാചകന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ പ്രവാചകന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറഞ്ഞ എന്താ, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, നബിയെ താങ്കൾക്ക് ഇഷ്ടപ്പെടുന്ന ഹുബ്ബ്, ഇഷ്ടം, സ്നേഹിക്കുന്ന ആളുകളെ താങ്കൾക്ക് ഹിദായത്തിലാക്കാൻ പറ്റില്ല. അപ്പൊ അവിടെ എന്താണ്, ഖുർആൻ അടക്കത്
കൺഫേം ചെയ്യാണ്. യെസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മുസ്ലിം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പ്രവാചകൻ സ്വന്തം എളാപ്പയായ ഒരു അമുസ്ലിമിനെ സ്നേഹിച്ചിരുന്നു എന്നത് കൺഫേം ചെയ്യണം ഖുർആൻ. യെസ്, യെസ്. അപ്പൊ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിച്ചിട്ട് പിന്നെ നമുക്ക് എന്താണ് ഒരു മുസ്ലിമിനെ സ്നേഹിക്കുന്നതിന് പ്രശ്നം? അപ്പോൾ അവിടെ മാതൃകയുണ്ട് ഒരു ആ മുസ്ലിമിനെ സ്നേഹിക്കാൻ. പക്ഷെ എങ്ങനെ ആകണം? ആ മുസ്ലിം ഒരിക്കലും മുസ്ലിങ്ങൾക്ക് ദോഷം വരുത്തുന്ന ഒരാളാകരുത്, നമുക്ക് പ്രയാസം, മതസ്വാതന്ത്ര്യത്തിന്റെ വിഷയത്തിൽ പ്രയാസം ഉണ്ടാക്കുന്ന ഒരാളാകരുത്, വധിക്കാൻ വരുന്ന ആളുകളാകരുത്, വീട്ടിൽ വധിക്കാൻ നിന്ന് വരുന്ന പുറത്ത് ആളാകരുത്. ഇങ്ങനെ മതത്തിന്റെ വിഷയത്തിൽ നമ്മളെ മത കൽപ്പനകളെ ലംഘിക്കാൻ നിർബന്ധിക്കുന്ന ഒരാളും. അതാണ് അവിടുത്തെ കണ്ടീഷൻ. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് വേണ്ടി വരും? അവിടെ ചിലപ്പോൾ നമുക്ക് അവിടെ നിന്നും വിട്ടു നിൽക്കേണ്ടി വരും, അവരിൽ നിന്ന് മാറി നിൽക്കേണ്ട അവസ്ഥകൾ ആ ബന്ധങ്ങൾ സ്വാഭാവികമായിട്ടും അവിടെ മാറ്റേണ്ടി വരും. അവിടെ ഉണ്ടാവും. അത് ലളിതമായി മനസ്സിലാക്കാൻ പറ്റുന്ന അതെ. വിഷയമേ ഉള്ളൂ എന്നുള്ളതാണ്. അതെ. അതിപ്പോ ഒരു ദേശരാഷ്ട്ര സങ്കല്പങ്ങൾ വന്നതിന് ശേഷം ഒരു 100 വർഷമായിട്ടുള്ള ഉണ്ടാവുള്ളൂ. ഇതിന് ശേഷം നമുക്ക് രാജ്യത്തിന്റെ വിഷയത്തിൽ മനസ്സിലാക്കാവുന്ന ലളിതമായ കാര്യമേ ഇപ്പൊ അവിടെ പറയുന്നുള്ളൂ. ഇപ്പൊ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ താലിബ് എന്ന ഒരാളാപ്പായിട്ട് സ്നേഹബന്ധത്തിൽ, എന്നാൽ ഇതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂലഹബ് എന്ന ആളാപ്പായിട്ടോ സ്നേഹബന്ധത്തിലല്ല. അല്ല, അതെ. എന്തുകൊണ്ടാണ്? കാരണം അബൂലഹബാണ് ആദ്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിക്കുന്നത്. ആ ശ്രമിക്കുന്നത് മാത്രമല്ല, ഒരുപാട് അതെ. ദ്രോഹിക്കുന്നു, വഴിയിൽ പോകുമ്പോൾ മുള്ളിടുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു അകൽച്ചയാണത്. അപ്പൊ ഇതാണ് ഇസ്ലാം ഈ വിഷയത്തിൽ പറയുന്നത് എന്നുള്ളതാണ് Yes, ഒന്ന്. അതേപോലെ തന്നെ മൂപ്പര് പറയുന്നുണ്ടല്ലോ, നിങ്ങളുടെ ബന്ധുക്കളാണെങ്കിൽ പോലും നിങ്ങൾ വെറുക്കണം എന്നാണ് പറഞ്ഞത്. ഉം. അങ്ങനെയല്ല ഖുർആൻ പറയുന്നത്. അതെ. ഇപ്പോൾ സൂറത്ത് ലുക്മാൻ അലൈഹി ഇസ്ലാം തന്റെ മകന് കൊടുക്കുന്ന ഉപദേശങ്ങൾക്ക് കൂട്ടത്തിൽ വളരെ വ്യക്തമായിട്ട് അത് പറയുന്നുണ്ട്. നമുക്ക് കാണാം സൂറത്ത് ലുഖ്മാനിലെ 31-ാമത്തെ അധ്യായമാണ്. അതിൽ 15-ാമത്തെ ആയത്താണെന്ന് എൻ്റെ ഓർമ്മ. അതിൽ പറയുന്നത് വഇൻ ജാഹദക അലാ അൻ തുശ്രിക ബിമാ ലൈസ ലക ബിഹി ഇൽമ്. അതായത് അവർക്ക് അറിവില്ലാതെ അവര് മാതാപിതാക്കൾ നിന്നോട് മാതാപിതാക്കൾ ശിർക്ക് ചെയ്യാൻ പറയാണ്. നിന്നോട് അള്ളാഹുവിൽ പങ്കുചേർന്നു. ഇസ്ലാമിന്റെ ഏറ്റവും അടിസ്ഥാനമാണ് ഏകദൈവ ആരാധന. അതിൽ അള്ളാഹുവിന് പുറമെ വേറെ ആരാധ്യന്മാരെ സ്വീകരിക്കണം എന്ന് അവർ പറഞ്ഞാൽ വഇൻ ജാഹദക അലാ അൻ തുശ്രിക, അത് നിങ്ങൾ അങ്ങനെ അവർ പറഞ്ഞു ഫലാ തുതിഅഹുമ, അവരെ അവരെ നിങ്ങൾ കേൾക്കരുത്. അനുസരിക്കരുത്. മാതാപിതാക്കൾ അനുസരിക്കരുത് എന്ന് ഇസ്ലാം പറഞ്ഞതാണോ ഇതെന്ന് നമ്മൾ കൺക്ലൂഷനിൽ എത്തേണ്ടത് അല്ല, അല്ല, അടുത്ത ഒരിക്കലും. പ്രയോഗം പറയുന്നത് ഫലാ തുതിഅഹുമ വസാഹിബുഹുമ ഫിദ്ദുനിയ മഅറൂഫ. എന്നാൽ ദുനിയാവിന്റെ വിഷയം, മതവിഷയത്തിൽ അവരുടെ നിർബന്ധങ്ങളൊന്നും അനുസരിക്കേണ്ട ആവശ്യമില്ല, അവരുടെ തിട്ടൂരങ്ങൾക്ക് വഴങ്ങേണ്ട ആവശ്യമില്ല. പക്ഷേ ദുനിയാവിന്റെ വിഷയങ്ങളിൽ, ഇപ്പൊ അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന വിഷയം, വസ്ത്രം, പാർപ്പിടം, ഇങ്ങനത്തെ വിഷയങ്ങളിൽ എന്തുണ്ട്? മാതാപിതാക്കളോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറണം. ആ അതല്ലേ? ബാധ്യത ഉണ്ട് എന്നാണ് അതെ, ആ പഠിപ്പിക്കുന്നത്. ബാധ്യത ഉണ്ട് എന്നാണ്. ആ രണ്ടുപേരോടും നീ എന്ത് ചെയ്യണം? ദുനിയാവിന്റെ അതെ. വിഷയത്തിൽ സ്വാഹിബുഹുമ, അവരോട് സൗഹാർദ്ദ തന്നെ പെരുമാറണം എന്നുള്ളതാണ്. അപ്പൊ ഇതെല്ലാം അതിന്റെ സന്ദർഭങ്ങളിൽ അടർത്തി മാറ്റി ഇവർക്ക് തോന്നിയതുപോലെ വ്യാഖ്യാനിച്ച് തെറ്റിദ്ധരിപ്പിക്കാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരിൽ നിന്ന് ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സംഗതിയാണ്. Yes. വളരെ അപ്രതീക്ഷിതമായി പറ്റുന്നൊരു അബദ്ധമൊന്നായിട്ട് നമ്മൾ ഇതിനെ കാണുന്നില്ല. വളരെ അതായത് ബോധപൂർവം മൂപ്പര് പറയുന്നുണ്ടല്ലോ, ഇസ്ലാമോഫോബിയ മൂപ്പര് പറയുന്നുണ്ടല്ലോ, അതന്നെയാണ് ആക്ച്വലി ചെയ്യുന്നത്. ആ തൊട്ട് മുന്നേ പറഞ്ഞ കോണ്ടെക്സ്റ്റ് പോലും മറന്നിട്ട് എന്ത് ചെയ്യാണ്? മറക്കാന്ന് തോന്നുന്നില്ല, മറച്ചു വെച്ചിട്ട് എന്ത് ചെയ്യാണ്? തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള അതോടൊപ്പം തന്നെ statement കൾ വേറൊരു പറയുന്നത്. സംഗതി കൂടി. ഇപ്പൊ ഇതുവരെ പറഞ്ഞത് അത് മാതാപിതാക്കളായിട്ടല്ല, കുടുംബബന്ധം ഉള്ളതുകൊണ്ടല്ലേ, എളാപ്പ കുടുംബബന്ധം അത് ഉള്ളതുകൊണ്ടല്ലേ. മൂപ്പര് പറയുന്നുണ്ട്, ഉം. കുടുംബ ബന്ധത്തിലാണെങ്കിൽ പോലും നിങ്ങൾ ശത്രുത കാണിക്കണം, എതിർക്കണം, ബന്ധം മുറിക്കണം എന്നുള്ളത് പറഞ്ഞു എന്നാ പറയുന്നത്. ഇപ്പൊ നമ്മൾ ഈ പ്രമാണങ്ങൾ ഉദ്ധരിച്ചപ്പോ വേണമെങ്കിൽ മൂപ്പർക്ക് അങ്ങനെ വാദിക്കാം, കുടുംബബന്ധത്തിൽ എന്നാലും സുഹൃത്ത് ബന്ധം പറ്റില്ലല്ലോ എന്ന രൂപത്തിൽ വേണമെങ്കിൽ അവർ സാധാരണ ചെയ്യുന്ന ദുർവ്യാഖ്യാനം നടത്താം. പക്ഷെ അതിനും ഇസ്ലാം സ്കോപ്പ് കൊടുക്കുന്നില്ല. അതാണ് മുഹമ്മദ് വിശ്വാസം ബദർ യുദ്ധം കഴിഞ്ഞു. ബദർ യുദ്ധം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് വിശ്വാസം മദീനയിൽ അധികാരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ അധികാരം കിട്ടിയ സമയത്ത് മുഹമ്മദ് വിശ്വാസം അവിടുത്തെ ഭരണാധികാരിയാണ്. അതിനുശേഷമാണ് യുദ്ധം ഉണ്ടാക്കുന്നത്. യുദ്ധത്തിൽ ബന്ദികൾ പിടിക്കപ്പെട്ടപ്പോൾ സ്വാഭാവികമായിട്ടും ബന്ധനസ്ഥരുടെ മുന്നിൽ നിന്നുകൊണ്ട് നബി വിശ്വാസം പറയുന്ന ഒരു വാചകമുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു അമുസ്ലിമായ സുഹൃത്തിനോടുള്ള സ്നേഹം, ബഹുമാനം, പരിഗണന, ഇതൊക്കെ വ്യക്തമാക്കുന്ന ഒരു വാചകമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് സ്വഹീഹുൽ ബുഖാരിയിലെ 3139-ാമത്തെ ഹദീസിൽ ഉള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ലൗ കാനൽ മുത്ഇം ഇബ്നു അദിയ്യൻ ഹയ്യൻ. മുത്ഇം ഇബ്നു അദിയ്യ് എന്ന സുഹൃത്താണത്. അദ്ദേഹം മുസ്ലിം അല്ല. അദ്ദേഹം ബദർ യുദ്ധത്തിന് മുമ്പേ ഒരു സാധാരണ മരണപ്പെട്ട ഒരാളാണ്. അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ ലൗ കാന മുത്ഇം ഇബ്നു അദിയ്യൻ ഹയ്യൻ, മുത്ഇം ജീവിച്ചിരിപ്പുണ്ടായി, സ്വഹീഹുൽ ബുഖാരിയിലുള്ളതാണ്. മുത്ഇം ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ സുൽമ കല്ലമനി ഫി ഹഉലാഇ നസ്ന, എന്നിട്ട് ഈ മ്ലേച്ഛന്മാരുടെ വിഷയത്തിൽ, കാരണം കൊല്ലാൻ വന്നവരാണല്ലോ യുദ്ധ കുറ്റവാളികൾ, തങ്കക്കൂടങ്ങൾ എന്നല്ലേ പറയേണ്ടത്. അപ്പൊ ഈ മ്ലേച്ഛന്മാരുടെ വിഷയത്തിൽ അദ്ദേഹം എന്നോട് ഇവർ മ്ലേച്ഛന്മാരായിരിക്കാം, ഇവർ കൊല്ലാൻ വന്നവരായിരിക്കാം, ഇവര് ഘാതകരായിരിക്കാം, പക്ഷെ എങ്കിലും ഇവരുടെ വിഷയത്തിൽ മുത്ഇം എന്നോട് അത് സംസാരിച്ചാൽ, മാന്യതയുള്ള ഒരാൾ, അതിന് ഏത് കൂട്ടത്തിലോ ഏത് മതത്തിലോ പെട്ടായിക്കോട്ടെ, അദ്ദേഹത്തിന്റെ മാന്യത വെച്ച് അയാൾ സംസാരിക്കാൻ വരികയാണെങ്കിൽ ഇത്ര വലിയ പ്രയാസകരമായ സാഹചര്യത്തിൽ പോലും അദ്ദേഹത്തിന്റെ സംസാരത്തെ ലഹു, ഇവരെല്ലാവരും ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ഒരു മോചനദ്രവ്യം പോലും വാങ്ങാതെ വിട്ടുകൊടുക്കുമായിരുന്നു. തിരിച്ചൊന്നും പകരം ചോദിക്കാതെ ഇദ്ദേഹത്തിനുള്ള പരിഗണന നിലനിൽക്കുക ഞാൻ. അപ്പൊ എന്തുകൊണ്ടാണ് അത്രയും പരിഗണന മുത്തൈമിന് കൊടുത്തത്? അപ്പൊ നമ്മൾ അതിന്റെ ചരിത്രം പഠിക്കണം. കാരണം മുത്തൈം എന്ന് പറഞ്ഞാൽ
മുഹമ്മദ് നബി സ്വല്ലല്ലാഹു ബഹിഷ്കരിച്ചു. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി കുടുംബത്തെ, മുസ്ലിങ്ങളായ കുടുംബക്കാരെ പോലും ബഹിഷ്കരിച്ചു. അവരും പട്ടിണി കിടക്കേണ്ടി വന്നു നബി സ്വല്ലല്ലാഹു അലൈഹി ഒപ്പം. കാരണം എന്താ, സ്വന്തം കുടുംബത്തിലെ ഒരുവൻ, അവൻ ഏത് മതത്തിലും മുസ്ലിം ആണെങ്കിലും ശരി, അവനെ സംരക്ഷിക്കുന്നുള്ള നിലപാടെടുത്തു എന്നുള്ളതാണ് കുടുംബക്കാർ ചെയ്ത തെറ്റ് മക്കാരുടെ കണ്ണിൽ. ഈ ജബ്ബാറിനെ പോലുള്ള ആളുകൾക്ക് ഭയങ്കര സഹിഷ്ണുതയാണല്ലോ മക്കാർക്ക്. ആ സഹിഷ്ണുതയാണ് ഈ കാണുന്നത്. സംയമനം പാലിക്കുന്ന ജനാധിപത്യ ബോധമുള്ള ആളുകളാണ്. അതാണ്. എന്നിട്ടാണ് ഈ പട്ടിണിക്ക് ഇടുന്നത്. ആരെ? മുസ്ലിങ്ങളെ മാത്രമല്ല, ഈ മുസ്ലിങ്ങളെ സഹായിച്ചു എന്നുള്ളതിന് പേര് അവരെ കുടുംബക്കാരെ വരെ പട്ടിണിക്കിടാണ്. എന്നിട്ട് ഈ ഒരു അവസ്ഥയിൽ നിന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല ആളുകളെയും സമീപിക്കാണ്, വലിയ വലിയ ഗോത്ര തലവന്മാരെ സമീപിക്കാണ്. ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം എന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് സംരക്ഷണം നൽകണം. അങ്ങനത്തെ ഒരു സംവിധാനം അന്ന് ഗോത്ര ഒരു ഭരണ സംവിധാനത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിച്ചപ്പോൾ അതിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹായിച്ച വ്യക്തിയാണ് ഈ മുത്തൈം മുസ്ലിം അല്ല. പക്ഷേ എന്നിട്ടും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കാനുള്ള കാരണം എന്താ? മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസ സ്വാതന്ത്ര്യത്തെ അദ്ദേഹം ബഹുമാനിച്ചിരുന്നു എന്നുള്ളതാണ്. മനുഷ്യനും സ്വഭാവം അദ്ദേഹത്തിന് അത്രമേൽ പ്രിയപ്പെട്ടതാവാം. അതുകൊണ്ടാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുത്തൈമിനോട് ഇത്രയും പ്രിയം. ഈ മ്ലേച്ഛന്മാരാണെങ്കിലും ശരി, ഇവരെ വെറുതെ വിടണമെന്ന് മുത്തൈം പറഞ്ഞാൽ മതി, ഞാൻ വെറുതെ വിടും. അതേപോലെ തന്നെ ആ സ്നേഹബന്ധത്തിന്റെ ഒരു ആഴം കൂടി നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു. പ്രവാചകൻ വളരെ ക്രൂഷ്യലായ സാഹചര്യത്തിൽ വിശ്വാസത്തിലെടുത്തപ്പോൾ പ്രവാചകനെ കൊല്ലാൻ വേണ്ടി ആളുകൾ പിന്നാലെ വരുന്ന സമയത്ത് ഹിജറ പോവുകയാണല്ലോ. ആ ഹിജറ പോകുന്ന സമയത്ത് പ്രവാചകൻ വിശ്വാസത്തിലെടുത്ത വ്യക്തികളിലും അവിശ്വാസികളായിട്ടുള്ള മുസ്ലിം അല്ലാത്ത ആളുകൾ ഉണ്ടായിരുന്നതാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖത്ത് അതിന്റെ ഉദാഹരണമാണല്ലോ. ആമിർ ഇബ്നു ഫുഹൈറ വഴി കാണിച്ചു കൊടുക്കുന്ന ഒരാള്, അതുപോലെ തന്നെ സഹായിച്ചു കൊടുക്കുന്ന മറ്റൊരാള്. ഈ സഹായം വെച്ചു കൊടുക്കുന്ന, വഴി കാണിച്ചു കൊടുക്കുന്ന ഈ ആളുകൾ അവിടെ ഇനാം പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. പ്രവാചകൻ തലക്ക് വില വേണ്ടിട്ടുണ്ട്. ഇത് അറിയിച്ചു കൊടുത്താൽ വലിയ ഇനാം കിട്ടും, ആ വില കിട്ടും. ആ സാഹചര്യത്തിൽ പോലും ഇവരെ അറിയിച്ചു കൊടുക്കൂല, എന്നെ ഒറ്റ കൊടുക്കൂല എന്നുള്ള വിശ്വാസം പ്രവാചകനുണ്ട്. അതും ആരെ കുറിച്ച്? ഈ രണ്ടാം മുസ്ലിങ്ങളെ പറ്റിയിട്ട് അത്രമേൽ ബന്ധം അവരുള്ളത് കൊണ്ടാണല്ലോ. ഒന്ന് പ്രവാചകൻ അവരെ പറ്റി വിശ്വാസമുള്ളത് അവരുടെ വിശ്വസ്തതയിൽ ഉറപ്പുള്ളതുകൊണ്ടും ബന്ധമുള്ളതുകൊണ്ടാണ്. രണ്ട്, ഇവർ പ്രവാചകന് ഇത്ര വലിയ നേട്ടമുണ്ടായിട്ടും ഒറ്റ കൊടുക്കാത്തതും പ്രവാചകൻ എന്ന വ്യക്തിയോട് ഇവർക്കുള്ള ആത്മബന്ധം കൊണ്ടാണെന്നുള്ളതാണ്. ഇതിന് ഉദാഹരണങ്ങൾ തരാൻ പോയ ഇഷ്ടംപോലെ ഉദാഹരണം നമുക്ക് കിട്ടുന്നതാണ്. വളരെ ലളിതമായി ഇവിടെ സ്ക്രിപ്ചറിന് അല്ലെങ്കിൽ പ്രമാണത്തെ, ടെക്സ്റ്റിനെ വളച്ചൊടിക്കാൻ ഉള്ള സാഹചര്യത്തിൽ, തൊട്ട് മുന്നേ പറഞ്ഞു നിർത്ത സാഹചര്യത്തിൽ പോലും മറച്ചു വെച്ചുകൊണ്ട് മറ്റൊരു സാഹചര്യത്തിലാക്കി, അല്ലെങ്കിൽ ജനറലൈസ് ചെയ്ത് ലോ സാഹചര്യത്തിലേക്കുള്ള നിയമനാക്കത്തിൽ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുക, ഇസ്ലാം ഫോബി പടർത്താൻ ഒരുപാട് കളവുകളിലൂടെ അവർ ചെയ്യുന്ന കാര്യം അതാണ്. ഒരു സമുദായത്തിനെതിരെ, ഒരു സമൂഹത്തിനെതിരെ വിദ്വേഷം, ഒരു വെറുപ്പ് പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ളൊരു ശ്രമമായിട്ട് നമുക്ക് ഇതും കാണണം എന്നുള്ളതാണ്. അപ്പോൾ അവസാനിപ്പിക്കുകയാണ്. ഈ സീരീസിൻ്റെ അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.